വാ വക്കീലെ, ആ വാ 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 വാ. പാലക്കാട്ടേക്കൊക്കെ വന്നിരിക്കാമല്ലോ, നിങ്ങൾ ഏതായാലും ഒന്ന് മീഡിയൻ്റെ മുമ്പിലല്ലേ. എന്തുണ്ട് ചോദിക്ക്, നിങ്ങൾ റെഡിയാണെങ്കിൽ ചോദിക്കാം. ആ ആ ആ ആ ആ യു ഡി എഫ് സജ്ജാണ്, നിങ്ങൾക്കറിയാലോ. ആദ്യം തന്നെ യു ഡി എഫ് ഈ തെരഞ്ഞെടുപ്പ് നേരിടാൻ വേണ്ടി സജ്ജായിട്ട് ഇരിക്കുകയാണ്. ആ സമയത്താണല്ലോ തെരഞ്ഞെടുപ്പ് നീണ്ടുപോയത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വന്നിരിക്കുന്നു. യു ഡി എഫ് ഒന്നിലധികം തവണ ഇലക്ഷൻ റെഡിയാണ്, എല്ലാം സജ്ജാണ് എന്ന് പറഞ്ഞാണ്. മാത്രമല്ല ഒരു റൗണ്ട് കൺവെൻഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അടങ്ങിയിരിക്കുകയാണ് പിന്നെ ഉണ്ടായത്. രാജ്യം പ്രതിസന്ധിയിലേക്ക് പോയി. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നുമില്ല. അപ്പോൾ പിന്നെ മിണ്ടാണ്ടിരുന്നു എന്നേ ഉള്ളൂ. ഞങ്ങളൊരു റൗണ്ട് കൺവെൻഷൻ പോലും കഴിഞ്ഞില്ലേ, പത്രക്കാർക്കൊക്കെ അറിയാവുന്നതാണല്ലോ. സത്യം ഒരു സ്ഥാനാർത്ഥി മത്സരിച്ച് ഇത്രയും ഒക്കെ എഫർട്ട് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് പ്രവർത്തിക്കാനുള്ള അവകാശം സമയമില്ല. ഇല്ല, പിന്നെ നേരത്തെ എല്ലാവരും വലിയ ഒരുക്കങ്ങൾ നടത്തിയത് കൊണ്ട് ഈ സമയം മതിയാവും. കാലാവസ്ഥ മറ്റു കാര്യങ്ങൾ ജനറലായിട്ടുള്ള വിഷയമാണ്, നിലമ്പൂരാണ്. അത് പിന്നെ യു ഡി എഫിനെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല. ഗവൺമെൻറ്റാണ് ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പിന്നെ ആധികാരികമായ അഭിപ്രായം പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ഉണ്ടെങ്കിൽ യു ഡി എഫ് അതിനെ നേരിടും, യു ഡി എഫ് അവിടെ വിജയിക്കുകയും ചെയ്യും. എന്താണ് ഈ ഒരു കോൺഫിഡൻസ്? ഏത് തരത്തിലാണ് അത് ഫോക്കസ് ചെയ്യുന്നത്? സർക്കാർ വിരുദ്ധ വികാരമാണോ, അല്ലെങ്കിൽ വികസനമാണോ, ഇപ്പോൾ വന്യമൃഗശല്യം, ഇപ്പോൾ കടുവയൊക്കെ തെരയുന്നത്, അത്തരം വിഷയങ്ങളൊക്കെ എല്ലാം കൊണ്ടും യു ഡി എഫിന് അനുകൂലമായ രാഷ്ട്രീയ സ്ഥിതിയാണ് ഇപ്പോൾ സംസ്ഥാനത്ത് ഉള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളുടെ ഒരു വിഷയം മര്യാദക്ക് ഹാൻഡിൽ ചെയ്യുന്നില്ല. മലയോര മേഖലയാണ്, പറയേണ്ട ആവശ്യമില്ലല്ലോ. ആളെക്കൊല്ലി കടുവ ഇപ്പോഴും അതിൽ നടക്കുകയാണ്. അപ്പോഴാണ് തിരഞ്ഞെടുപ്പ് വരുന്നത്. പറയേണ്ട കാര്യം പിന്നെ വേറെ ഉണ്ടോ? സ്ഥാനാർത്ഥി അറിയേണ്ട താമസമേ ഉള്ളൂ. യു ഡി എഫ് ജയിക്കുന്നു ഇപ്പോൾ നിങ്ങൾ തന്നെ പറയാണ്. അതാണ് അവിടുത്തെ സ്ഥിതി. പിന്നെ സ്ഥാനാർത്ഥി പിന്നെ ഉടനെ തന്നെ തീരുമാനിക്കും. കോൺഗ്രസ് ആണല്ലോ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കേണ്ടത്, അവർ താമസിക്കേണ്ട കാര്യമില്ല. കഴിഞ്ഞ ഏതാനും തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്ന അന്ന് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്ന ഒരു രീതി കോൺഗ്രസിനും യു ഡി എഫിനും ഉണ്ടായിരുന്നു. ഇന്ന് തന്നെ ഉണ്ടാവും. അല്ല, യു ഡി എഫ് ചെയർമാനെ വിളിച്ചിരുന്നു, പിന്നെ പ്രതിപക്ഷ നേതാവിനെ വിളിച്ചിരുന്നു. അവർ ആക്റ്റീവായിട്ട് ആ കാര്യം കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇന്ന് പ്രഖ്യാപിക്കുന്നതല്ല, സ്ഥാനാർത്ഥി വിഷയം അവർ ഉടൻ തീരുമാനമെടുക്കും എന്ന് പറഞ്ഞു. കഴിഞ്ഞ യു ഡി എഫ് കഴിഞ്ഞിട്ട്, കോഴിക്കോട് യു ഡി എഫ് കഴിഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞല്ലോ, അൻവറിനെ തെരഞ്ഞെടുപ്പിൽ സഹകരിപ്പിക്കും. മറ്റു കാര്യങ്ങൾ ഞങ്ങൾ യു ഡി എഫ് ചെയർമാനെ അധികാരപ്പെടുത്തിയിരിക്കുകയാണ്, ചർച്ച ചെയ്യാനും ഒക്കെ ആയിട്ട്. ഏത് രീതിയിൽ അതിൻ്റെ മോഡ് ഓഫ് പിന്നെ മെത്തേഡ് എങ്ങനെയാണെന്നുള്ളത് യു ഡി എഫ് ചെയർമാനെ കഴിഞ്ഞ കോഴിക്കോട് ചേർന്ന യോഗം ചുമതലപ്പെടുത്തി പിരിയാനുണ്ടായത്. ജില്ലാ സെക്രട്ടറി കണ്ടിട്ടാണ് വരുന്നത്. അവർ 100% ആത്മവിശ്വാസത്തിലാണ്. അൻവർ ഒരു ഫാക്ടർ അല്ല, അവിടെ LDF തന്നെ വിജയിക്കുന്നുള്ള ആത്മവിശ്വാസമാണ് പറയുന്നത്. പിന്നെ അവരങ്ങനെയല്ലേ പറയുള്ളൂ. കാരണം ആത്മവിശ്വാസം ഇല്ലാതെ ആരെങ്കിലും ഒരു വാറിലേക്ക് പോകുമോ? അപ്പോൾ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് യു ഡി എഫ് ജയിക്കും, ആ കാര്യത്തിൽ സംശയം വേണ്ട. എല്ലാ ആത്മവിശ്വാസവും പോളിംഗ് ഡേ വരെ ഉണ്ടാവുള്ളൂ. ലീഗിന്റെ ഒരു മൂവ്മെന്റ് എങ്ങനെയായിരിക്കും? തിരുവനന്തപുരമൊക്കെ ബൈ-ഇലക്ഷൻ നടക്കുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പാണെങ്കിലും താങ്കൾ അവിടെ ക്യാമ്പ് ചെയ്തിട്ടാണ് ബൈ-ഇലക്ഷൻ മുൻപന്തിയിലുണ്ടാവും. പിന്നെ എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് പാർട്ടി ആലോചിക്കും. തങ്ങൾ നാളെ ഹജ്ജിന് പോവുകയാണ്. നാളെ ഒരു ഹജ്ജ് ഡെലിഗേഷനിൽ സൗദി രാജാവിൻ്റെ ഇൻവിറ്റേഷൻ പ്രകാരം ഹജ്ജ് ഡെലിഗേഷനിൽ പോവുകയാണ്. അതിന് മുമ്പ് പാർട്ടി ഇത് സംബന്ധിച്ചുള്ള ചെറിയ ആലോചന നടത്തും. തെരഞ്ഞെടുപ്പ് വർക്ക് എങ്ങനെ വേണമെന്നുള്ളത് ആലോചിക്കാനുള്ളൂ. സ്ഥാനാർത്ഥിയൊക്കെ കോൺഗ്രസ് ആണല്ലോ തീരുമാനിക്കേണ്ടത്. ആ കാര്യങ്ങൾ ആലോചിച്ച് ഫൈനലൈസ് ചെയ്ത് നാളെ മറ്റന്നാളായിട്ട് നിങ്ങളോട് പറഞ്ഞുതരാം. ഓക്കെ, ശരി ശരി ശരി. എന്തുണ്ട്?